ചീറ്റയും എലിയും. സമയം രാവിലെയായി. സൂര്യന്റെ പ്രകാശത്താൽ കാട് തന്നെ വെളുത്തു. മരങ്ങൾക്കിടയിൽ പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആനമുത്തശ്ശൻ പതുക്കെ പതുക്കെ നടന്ന് കുളത്തിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഭൈരവ് ചീറ്റ വേഗത്തിൽ അവിടെ കൂടി വന്നു. എന്നിട്ട് മുത്തശ്ശന്റെ അടുത്ത് നിന്നു. ആനമുത്തശ്ശ, എങ്ങോട്ടാ ഇത്രയും രാവിലെ? നദിയിലേക്ക് പോവാ വെള്ളം കുടിക്കാൻ. നന്നായി ദാഹിക്കുന്നുണ്ട്. ഓഹോ, നിങ്ങൾ രാവിലെ മുതലേ നടന്നു തുടങ്ങിയാലേ വൈകുന്നേരത്തിനുള്ളിൽ കുളത്തിനടുത്തെത്തൂ. എന്ത് ചെയ്യാനാ? ഇത്രയും ഭാരമുള്ള ശരീരം കൊണ്ട് നടന്നു പോകുമ്പോഴത്തേനും പകുതി ദിവസം തീരും. പിന്നെ എന്ന് നിങ്ങൾ പോയിട്ട് തിരിച്ചു വരാനാ? ആനമുത്തശ്ശൻ ദേഷ്യത്തിൽ ഭൈരവനെ നോക്കി. എന്നാൽ ഒന്നും മിണ്ടാതെ മുമ്പോട്ട് നടന്നുപോയി. ഭൈരവനും ഒരു പുഞ്ചിരിയോടെ നടന്നുപോയി. ആനമുത്തശ്ശ, എന്തുപറ്റി? താങ്കൾ എന്താ ഇത്രയും ദേഷ്യത്തിൽ? ആ ഭൈരവ് ചീറ്റയുടെ അഹങ്കാരം ദിവസം പോകും തോറും കൂടി വരുക. ഇന്നവൻ വന്ന് എന്നെയും കളിയാക്കി. എന്താ? അവൻ ഒന്നാമതേ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരുത്തനാ. ഇപ്പോൾ ആനയും വെറുതെ വിട്ടില്ലേ? അവനിപ്പോൾ ആരെയും വകവയ്ക്കുന്നില്ല. കാട്ടിലെ എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ട്. എന്തിന്, ഷേർ സിംഗ് പോലും. എന്നാൽ ഭൈരവ്, അവൻ എന്നെ ഒരുപാട് നോവിച്ചു ഇന്ന്. പറഞ്ഞത് ശരിയാ. അവൻ ഇനിയും അവന്റെ വേട്ടയാടൽ തുടരും. ഇപ്പോൾ സമയമായി. നമുക്ക് ഷേർ സിംഗിനോട് പറയാം. അവർ രണ്ടുപേരും ഷേർ സിംഗിന്റെ ദർബാറിലേക്ക് നടന്നുപോയി. ആഹാ, ഇന്ന് ആനമുത്തശ്ശനും രാമുക്കരടിയും ഒരുമിച്ച് വന്നിരിക്കുന്നല്ലോ. എന്തോ വലിയ സംഭവം നടന്നു. പറയൂ, എന്താണ് പ്രശ്നം? ആനമുത്തശ്ശൻ മുൻപിലേക്ക് വന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഷേർ സിംഗിനോട് പറഞ്ഞു. ഷേർ സിംഗും ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ പുരികം വളച്ച് രാമു കരടിക്ക് നേരെ നോക്കി. രാജാവേ, ഭൈരവ് ചീറ്റയുടെ അഹങ്കാരം ദിവസം പോകും തോറും കൂടുകയാ. വേണമെങ്കിൽ അവൻ താങ്കളുടെ മുമ്പിൽ വന്ന് പോലും കളിയാക്കും. ഇത് കേട്ടപ്പോൾ ഷേർ സിംഗിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. ഷേർ സിംഗ് ദീർഘനിശ്വാസം എടുത്ത് ചിന്തിക്കാൻ തുടങ്ങി. അതെ രാജാവേ, ഭൈരവ് ചീറ്റ ആരെയും കളിയാക്കാതെ അവൻ വെറുതെ വിടുന്നില്ല. അതെ രാജാവേ, ഇന്നവൻ താങ്കൾക്കെതിരെയും ശബ്ദമുണ്ടാക്കി. എന്നെ കുറിച്ച് അവൻ എന്താണ് പറഞ്ഞത്? രാജാവേ, മുഴുവൻ കാട്ടിലും പറഞ്ഞു നടക്കുന്നത് ഷേർ സിംഗ് ഒരു പേടിത്തൊണ്ടനാണെന്നാ. യഥാർത്ഥ രാജാവ് അവനാണത്രേ ആകേണ്ടത്. ഷേർ സിംഗിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുമക്കാൻ തുടങ്ങി. അയാൾ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് ഗർജിച്ചു. ആ ഭൈരവ് ഒരുപാട് മുൻപോട്ട് പോയിരിക്കുന്നു. ഇന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. രാജാവേ, താങ്കൾ ഭൈരവ് ചീറ്റ ഇങ്ങനെ പറയുന്നത് ഇത്ര കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. എന്താ, ഞാൻ അവനെ ഇങ്ങനെ വെറുതെ വിടണോ? അവൻ എന്നെ മുഴുവൻ കാട്ടിലും അപമാനപ്പെടുത്തുന്നു. ഞാൻ മിണ്ടാതെ ഇരിക്കണോ? രാജാവേ, എന്റെ അഭിപ്രായത്തിൽ താങ്കൾ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കൂ. അവനോട് ചോദിക്കൂ, അവൻ എന്തിനാണ് അഹങ്കരിക്കുന്നതെന്ന്. ഏത് കാര്യത്തിലാണോ അവന് അഹങ്കാരമുള്ളത് അത് തെറ്റാണെന്ന് നമ്മൾ തെളിയിക്കണം. അങ്ങനെ അവന്റെ അഹങ്കാരം നമുക്ക് തീർക്കാൻ പറ്റൂ. അവൻ അപമാനിതനാകുകയും ചെയ്യും. ഷേർ സിംഗ് കുറച്ചുനേരം ചിന്തിച്ച് പിന്നെ പുഞ്ചിരിച്ചു. ഈ കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ എപ്പോഴും എന്റെ കൂടെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പണി നമുക്ക് 2 ദിവസം കഴിഞ്ഞു ചെയ്യാം. ഇന്ന് അടുത്തുള്ള കാട്ടിൽ നിന്നും എന്റെ ഒരു ചങ്ങാതി വരുന്നുണ്ട്. അപ്പോഴേക്കും ഹരിയലി അവിടേക്ക് വന്നു. അവനെ കണ്ടപ്പോൾ ഷേർ സിംഗിന്റെ മുഖത്തും സന്തോഷം വന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഹരി, നിന്നെ കണ്ടപ്പോൾ എന്റെ മനസ്സിന് നല്ല ശാന്തത തോന്നുന്നു. രാജാവേ, താങ്കളെ കാണാനും എന്റെ കണ്ണ് കൊതിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാവരും അമ്പരന്ന് തമ്മിൽ തമ്മിൽ നോക്കാൻ തുടങ്ങി. ഷേർ സിംഗും എലിയും? ഇതെന്ത് സൗഹൃദമാണ്? ഷേർ സിംഗ് എല്ലാവരെയും ഒന്ന് നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്കും ഹരിക്കുമിടയിൽ എങ്ങനെ സൗഹൃദം വന്നെന്നല്ലേ. വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു വേട്ടക്കാരൻ എന്നെ കയറുകൊണ്ട് കെട്ടിയിട്ടു. ആ സമയം എന്റെ സുഹൃത്തായ ഹരിയാണ് ആ കയറ് പൊട്ടിച്ചെന്നെ രക്ഷിച്ചത്. അവൻ എന്നെ അന്ന് സഹായിച്ചിരുന്നില്ലെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇല്ല. പകരം വല്ല സർക്കസിലുമായിരുന്നിരിക്കും. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും ഹരിയലിയെ നന്ദിയുള്ള കണ്ണുകളോടെ നോക്കാൻ തുടങ്ങി. രാജാവേ, ഇതെന്താ? നിങ്ങൾ എലിയുമായിട്ടാണോ സൗഹൃദം വെച്ചിരിക്കുന്നത്? ഷേർ സിംഗിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമക്കാൻ തുടങ്ങി. വിഡ്ഢിത്തം നിർത്തൂ ഭൈരവ്. നിന്റെ കളിയാക്കൽ ഇപ്പോൾ കൂടിക്കൂടി വരുന്നു.
ഇനി എന്റെ സുഹൃത്തിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടിപ്പോകരുത് നീ. അയ്യോ രാജാവേ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഏതെങ്കിലും ജീവി താങ്കളോടൊപ്പം ഈ എലിയെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഇത് കണ്ട് ചിരിക്കാതെ ഇരിക്കാൻ പറ്റുമോ? താങ്കൾക്ക് സൗഹൃദം വേണമെന്നുണ്ടെങ്കിൽ അത് എന്നെ പോലെയുള്ള ചീറ്റയോടൊപ്പം ആയിക്കൂടെ? ഷേർസിംഗിന്റെ കണ്ണുകൾ കോപം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ എന്തു കാര്യത്തിലാണ് നിനക്കിത്ര അഹങ്കാരം? നിനക്കെതിരെ പരാതിയുമായി രാമക്കരടിയും പിന്നെ ആനമുത്തശ്ശനും വന്നിരുന്നു. നീ കാട്ടിലെ എല്ലാവരെയും കളിയാക്കുന്നുവെന്ന്. രാജാവേ, എനിക്ക് എന്റെ കഴിവിൽ നല്ല അഹങ്കാരമുണ്ട്. എനിക്കറിയാം, എന്നേക്കാൾ വേഗതയുള്ള ഒരു മൃഗവും ഇവിടെയില്ല. ഷേർസിംഗ് ഇത് കേട്ട് ചിന്തയിൽ മുഴുകി. ശരി, നിനക്ക് നിന്റെ വേഗതയിലാണല്ലേ അഹങ്കാരം? രാജാവേ, അഹങ്കാരമല്ല, അത് സത്യമാണ്. ഈ കാട്ടിൽ എന്നെ പോലെ വേഗതയുള്ള മറ്റാരുമില്ല. ഈ കാര്യം കാടിന് മുഴുവനും അറിയാം. രാജാവേ, ഇവൻ പറയുന്നത് ശരിയാണ്. ആരൊക്കെ ഇവനെ വെല്ലുവിളിച്ചിട്ടുണ്ടോ അവരെ എല്ലാം ഇവൻ പരാജയപ്പെടുത്തി. എന്നാൽ ഇവന്റെ അഹങ്കാരം ഇപ്പോൾ ഒരുപാട് കൂടി. കാര്യം അങ്ങനെയാണെങ്കിൽ നാളെ ഒരു മത്സരം നടത്താം. എന്റെ ഭാഗത്തു നിന്നും എന്റെ കാര്യക്കാരൻ മോണ്ടുകുറുക്കൻ മത്സരിക്കും. രാജാവേ, ഒരു വട്ടം നന്നായി ആലോചിക്കൂ. നിങ്ങളുടെ കുറുക്കൻ നിങ്ങളെ അപമാനപ്പെടുത്തും. എന്റെ വേഗത്തിന് മുൻപിൽ ഇവൻ ഒന്നുമല്ല. മോണ്ടി ജയിച്ചു കഴിഞ്ഞാൽ നീ ഈ കാട്ടിൽ നിന്നും പുറത്തു പോകണം. ഞാൻ തയ്യാറാണ്. എന്നാൽ ജയിക്കുന്നത് ഞാനാണെങ്കിലോ? ഞാൻ ഈ കാട്ടിലെ സിംഹാസനം ഉപേക്ഷിക്കും. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും പിറുപിറുക്കാൻ തുടങ്ങി. മൃഗങ്ങളെല്ലാം അമ്പരന്നു. അപ്പോൾ ഹരിയെലി മുൻപിലേക്ക് വന്നു. രാജാവേ, പലപ്പോഴും അഹങ്കാരികൾ അവരുടെ അഭിമാനം വിട്ടുകൊടുക്കാത്തവരാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഹരിയെലി ഷേർസിംഗിന്റെ ചെവിയിലെന്തോ പറഞ്ഞു. ഷേർസിംഗും അത് കേട്ട് ചിന്തിച്ചു. പിന്നെ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, ശരി, ഞാൻ നീ പറയുന്നത് പോലെ ചെയ്യാം. രാജാവേ, എവിടെ നിങ്ങളുടെ മോണ്ടിക്കുറുക്കൻ? അവൻ ഓടിപ്പോയൊന്നുമില്ലല്ലോ അല്ലേ? മോണ്ടിക്കുറുക്കൻ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ അവന്റെ നോട്ടം ഷേർസിംഗിന് നേരെയായിരുന്നു. എന്റെ ഭാഗത്തു നിന്നും മത്സരിക്കാൻ വരുന്നത് മോണ്ടിക്കുറുക്കനല്ല, പകരം എന്റെ സുഹൃത്ത് ഹരിയെലി വരും. മുഴുവൻ കാടും ശാന്തമായി നിന്നു. എല്ലാ മൃഗങ്ങളും ആശയക്കുഴപ്പത്തിലായി. ഭൈരവ് ചീറ്റ അമ്പരന്ന് കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറഞ്ഞു, രാജാവേ, ഇതെന്ത് തമാശയാണ്? ഒരു ചീറ്റ എലിയോടൊപ്പം മത്സരിക്കണമെന്നോ? ഇതെന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? നിനക്ക് നിന്റെ വേഗതയിൽ അഹങ്കാരമില്ലേ? നിന്റെ ശക്തി നീ കാണിക്കേ. എന്നാൽ രാജാവേ, ഇനി എന്റെ സുഹൃത്ത് ഹരിയെലി ജയിച്ചാൽ നീ കാട്ടിൽ നിന്നും പോയി പിന്നെ തിരിച്ചു വരരുത്. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ പേര് മാറ്റി ചീറ്റേലി എന്ന് വിളിക്കും. പിന്നെ നിന്നെ ആർക്കു വേണമെങ്കിലും കളിയാക്കാം. നീ നന്നായി ചിന്തിക്ക്. എന്റെ അടുത്ത് പരാതി കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഭൈരവ് ചീറ്റ ദേഷ്യത്തിൽ ചിന്തിച്ചു. എന്നാൽ തന്റെ അഭിമാനത്തിന്റെ പ്രശ്നത്തിൽ അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ശരി രാജാവേ, ഞാൻ തയ്യാറാണ്. 3, 2, 1 മത്സരം തുടങ്ങട്ടെ. ഭൈരവ് ചീറ്റ കാറ്റിനേക്കാൾ വേഗത്തിലോടി. എന്നാൽ ഹരിയെലി വേഗം ഒരു തുരങ്കത്തിനടിയിലേക്ക് ചാടി. അവൻ ഒരു ഷോർട്ട് കട്ട് എടുത്ത് നേരെ ഫിനിഷിംഗ് ലൈനിലേക്ക് ചാടി. എപ്പോൾ ഭൈരവ് ചീറ്റ ഫിനിഷ് ലൈനിന്റെ അടുത്തേക്ക് വന്നു, നോക്കുമ്പോൾ ഹരിയെലി ആദ്യം തന്നെ അവിടെ വന്നു നിൽക്കുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം എന്റെ സുഹൃത്ത് ഹരിയെലി ഒരു സാധാരണ എലിയല്ല. അവൻ ആഫ്രിക്കയിലെ കാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ ഇന്നുവരെ ഇവന്റെ വേഗത ആരും മറികടന്നിട്ടില്ല. കാട്ടിലെ മൃഗങ്ങളെല്ലാം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഭൈരവ് ചീറ്റയെ കളിയാക്കാനും തുടങ്ങി. ഇന്നു മുതൽ ഇവനെ ചീറ്റ എലി എന്ന് നമുക്ക് വിളിക്കാം. രാജാവേ, എനിക്ക് എന്റെ തെറ്റിനുള്ള ശിക്ഷ കിട്ടി. എന്റെ അഹങ്കാരമാണ് ഈ അപമാനത്തിന് കാരണമായത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? അഹങ്കാരം എന്നും എല്ലാവരെയും തല താഴ്ത്തിക്കും. ഇനിയെങ്കിലും ആരെങ്കിലും കളിയാക്കുന്നതിന് മുൻപേ ചിന്തിക്ക്. ഭൈരവ് ചീറ്റ തന്റെ തല താഴ്ത്തി മിണ്ടാതെ നിന്നു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും സന്തോഷത്താൽ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി.